ഹായ് 2023 റിപ്പീറ്റർ ബാച്ചിന്റെ ആദ്യ ദിവസത്തെ ക്ലാസ് സൈലത്തിന്റെ കോഴിക്കോട്ടെ ഹൈബ്രിഡ് ക്യാമ്പസിൽ പുതിയ ക്യാമ്പസിൽ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. സോ അപ്പം ഹൈബ്രിഡ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട് കുട്ടികൾ പറയാറുണ്ട്. അതായത് എങ്ങനെയായിരിക്കും അതിന്റെ ക്ലാസ് എന്നുള്ള ആശങ്കയുണ്ട്. ഇനി പല ആൾക്കാരും അതിനെതിരെ പല ക്യാമ്പയിനുകൾ വരെ നടത്തി കണ്ടിട്ടുണ്ട്. റൈറ്റ്, അതെ, ആ കുട്ടികൾക്ക് അത് അത്രത്തോളം പ്രയോജനമാകും എന്നുള്ളൊരു സംശയമുള്ളവരുണ്ട്. കഴിഞ്ഞ വർഷം വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തൊരു ഹൈബ്രിഡ് പ്രോഗ്രാമിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആൻഡ് പുതിയ ക്യാമ്പസിൽ പുതിയൊരു ആംബിയൻസിലാണ് നമ്മുടെ പുതിയ 2023 ബാച്ച് ഇവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കും ഇന്നത്തെ ക്ലാസ് നടന്നത്? റൈറ്റ്, ഇപ്പൊ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ ഇരിക്കുകയാണ്. ഒരു സെഷൻ ഓഫ് ക്ലാസ് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. നമുക്കൊന്ന് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് കാര്യങ്ങൾ. നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് കയറി അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോവാം. സോ 2023 റിപ്പീറ്റർ ബാച്ചിലേക്ക് കാലിക്കറ്റ് ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് എത്താൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ആശങ്ക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ക്ലാസ് റൂം എന്നുള്ളതാണ്. സോ സൈലത്തിന്റെ ഒരു ഹൈബ്രിഡ് ക്ലാസ് റൂമിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. സോ ഇവര് നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഈ ക്യാമറയുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ക്ലാസ് റൂമാണ്. 2 സെഷൻ കഴിഞ്ഞിട്ട്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ ഫിസിക്സ് ആൻഡ് ബോട്ടണി, സോ 2 സെഷൻ കഴിഞ്ഞിരിക്കുന്ന ആളുകളെയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. മക്കളെ, സത്യം പറയണം, ഹൈബ്രിഡ് ക്യാമ്പസിൽ വന്നിട്ടുള്ള ആദ്യ 2 സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഹൈബ്രിഡ് എന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ്? അടിപൊളിയാണോ? യെസ്, ഉഷാറല്ലേ? ഫസ്റ്റ് ഫിസിക്സ് ടോപ്പിക് ആണ് നമ്മൾ കാണുന്നത് അല്ലേ? ഡ്യുവൽ നേച്ചറിന്റെ ഫോട്ടോൺ തിയറി ആണ്. അതായത് നമ്പർ ഓഫ് ഫോട്ടോൺ പെർ സെക്കൻഡും ഒക്കെ പഠിച്ച് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇനി അതുമായി ബന്ധപ്പെട്ട വന്ന ഏത് ചോദ്യം ചെയ്താലും ചെയ്യുമല്ലോ? റെഡിയാണ്. ബോട്ടണി നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം സ്റ്റാർട്ട് ചെയ്തു. അടിപൊളിയായിട്ട് അതിന്റെ സ്ലൈഡ്സ് കാര്യങ്ങളെല്ലാം റെഡിയാണ്. അതും പഠിച്ചു കഴിഞ്ഞു. കോൺസെപ്റ്റ് മാപ്പ് ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻസ് ചെയ്ത ക്ലിയർ ആണല്ലോ? ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം കയ്യിലുണ്ടല്ലോ? ഹോസ്റ്റലിൽ ചെന്നാൽ ഇന്ന് തന്നെ ചെയ്ത് റെഡിയാക്കണം. ഓക്കെ, റെഡി, റൈറ്റ്. സോ പിന്നെ ഇന്ന് ക്ലാസ്സിൽ ചെയ്ത സ്ലൈഡുകൾ നമുക്ക് എന്ത് ചെയ്യും? ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സ്ലൈഡ്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ക്ലാസ് ഓൾറെഡി ഉണ്ട്. അതല്ല, അധ്യാപകൻ ചെയ്ത സ്ലൈഡ്സും ക്ലാസ്സിൽ ഓഫ്ലൈൻ സ്ലൈഡ്സ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ ബണ്ടിലിനകത്ത് തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് അത് വെച്ച് സ്ലൈഡ്സും എന്ത് ചെയ്യാവുന്നതാണ്? ഒരു റൗണ്ട് റിവൈസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇനിയും റിവൈസ് ചെയ്യാൻ ഇന്ന് അവസരമുണ്ട്. ഈവനിങ് നിങ്ങൾ അതിനു വേണ്ടിയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ പറ, നിങ്ങൾ ഇനി വരാനിരിക്കുന്ന സൈലമിയൻസ് ഔട്ട് ദെയർ, റൈറ്റ്, ഒരു 3000 പേരോളം വരാനുണ്ട്. പല ക്യാമ്പസിലും എല്ലാം, റൈറ്റ്, തൃശ്ശൂരും ഒക്കെ ക്യാമ്പസിൽ ഇതുപോലെ തന്നെ സെയിം കണ്ടന്റ് ആണ്, സെയിം കോൺസെപ്റ്റ് ആണ്, ഒരേ കണ്ടന്റ് ആണ് എല്ലാ ക്ലാസ്സുകളിലും എടുക്കുന്നത് അല്ലേ? സോ അതുപോലെ ആ ഒരേ കണ്ടന്റ് തന്നെയാണ് അവിടെയും ഡെലിവറി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക്, റൈറ്റ്, കുറെ ആൾക്കാർ പുറത്ത് പറയുന്നുണ്ട് ഹൈബ്രിഡ് ആകുമ്പോൾ പഠിപ്പിക്കലില്ലാന്ന്. തിയറി പഠിപ്പിക്കുന്നില്ലേടേ? ബേസ് തൊട്ട് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? തിയറി പഠിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, പക്കാ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി, റൈറ്റ്, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പോകുന്നത് അല്ലേ? അപ്പൊ തിയറി പഠിപ്പിക്കാത്തതോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. റെഡി അല്ലേ? അപ്പൊ 2023 നീറ്റ് നമ്മൾ തകർക്കും. ആർ യു റെഡി? ഉഷാറാക്കണം. ഓക്കെ, സോ തകർക്കാം. റൈറ്റ്, ഓൾ ദി ബെസ്റ്റ്.